അപ്പോൾ ഈ ഡീലിനകത്ത് പറയുന്നത് നേരത്തെ കൊടുത്ത പോലെ ഇസ്രായേൽ അവിടെ വൈദ്യുതിയും വെള്ളവും സപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക്, അപ്പോൾ ഇനി അവിടെ ഇസ്രായേൽ ഇവർക്ക് നേരത്തെ ഇവരുടെ എത്ര ശതമാനം ആൾക്കാരെ ഇസ്രായേലിൽ പോയി ജോലി ചെയ്ത് ശമ്പളം മേടിച്ച് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെയൊക്കെ അവർ സഹായിച്ചിരുന്നു. കാരണം ഇവരുടെ കറൻസി അല്ല ഇസ്രായേലി കറൻസി തന്നെയാണ് അവർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഇനി ഫർദർ നടക്കില്ല. അതായത് മനസ്സിലാക്കാൻ പോകുന്നത്, അതായത് ഇന്നലെ ഇസ്രായേലിൽ നടന്ന ഒരു റാലിയുണ്ട്, അതായത് ഹോസ്റ്റേജസിനെ തിരിച്ചു വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് സ്റ്റീഫൻ വിറ്റ്കോഫും ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനും മകളും പ്രസംഗിച്ചു. ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഹോസ്റ്റേജസിൻ്റെ സംഭവം നീണ്ടു നിൽക്കുന്നിടത്തോളം ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇസ്രായേലിൻ്റെ സപ്പോർട്ട് കുറയുന്നുണ്ട്. അത് സത്യം. കാരണം ആ റാലി കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ താങ്ക് യു ട്രംപ്, താങ്ക് യു എന്നൊക്കെ പറയുമ്പോഴും ഈ സ്റ്റീഫൻ വിറ്റ്കോഫ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പേര് പറഞ്ഞപ്പം ആൾക്കാർ എതിർത്ത് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇസ്രായേലി അഡ്മിനിസ്ട്രേഷനെ എങ്ങനെയെങ്കിലും തീർക്കണം. അതുമല്ല, അറിയാൻ സാധിക്കുന്ന ഇസ്രായേലി ന്യൂസ് പേപ്പർ ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത പ്രാവശ്യം അവിടുത്തെ പ്രധാനമന്ത്രിയാകാൻ ഈ പറയുന്ന റിട്ടയർമെൻറ്റിലോട്ട് പോകാനുള്ള താല്പര്യമാണ് പുള്ളി കാണിച്ചിരിക്കുന്നത്. കാരണം ഹോസ്റ്റേജസിൻ്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ആ രാജ്യം ഏകദേശം 1 വർഷത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതായത് ഇസ്രായേലിനും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം ഇസ്രായേലിൻ്റെ അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു ഇറാനെ തകർക്കും. അത് തകർത്തു. ഈ പറയുന്ന സിറിയ, ലെബനൻ, മറ്റുള്ള ഇസ്ലാമിക മിലിഷ്യ ഗ്രൂപ്പ് പ്രോക്സീസ് ഉണ്ട് ഇറാൻ്റെ, അതിനെ തകർത്തു.